വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റി ജനറൽ ബോഡി യോഗവും അംഗത്വ പാസ് വിതരണവും നടന്നു. വേലാശ്വരത്ത് പുതുതായി രൂപം കൊണ്ട വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഇടക്കാല ജനറൽ ബോഡി യോഗവും അംഗത്വ പാസ് വിതരണവും വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ, നാടക സംവിധായകനും നടനുമായ രമേശ് മടിയന് ആദ്യ അംഗത്വ പാസ് വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ നമുക്കില്ലാതെ പോകുന്നതാണ്, സാഹചര്യങ്ങൾ നമുക്കില്ലാതെ പോകുന്നതാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴി തിരിച്ചുവിടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ ചിത്രകലയുടെ മേഖലയിലേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പരിസരവും എൻ്റെ ചുറ്റുപാടും എൻ്റെ വീട്ടിൻ്റെ ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛനെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ചിത്രത്തിൻ്റെ ഏതോ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരികയും പുല്ലൂർ സ്കൂൾ പോലുള്ള ഒരു സ്കൂളിൽ കുഞ്ഞമ്പൂ മാഷിനെ പോലുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവുകയും അദ്ദേഹം എന്നിലുള്ള ഒരു ചിത്രകാരൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അദ്ദേഹം നമ്മുടെ ഈ കലോത്സവത്തിന് സാഹിത്യ സമാജത്തിന് അന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ട് മാഷ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് നമുക്കെന്തോ ഒരു വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും, പക്ഷെ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് സമ്മാനം കിട്ടിയ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഇന്ന് വേറെ മേഖലയിലാണ്. അന്ന് സമ്മാനം കിട്ടാത്ത ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സാഹചര്യമാണ്. നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന നമ്മൾ ജീവിച്ചു പോകുന്ന നമ്മുടെ സാഹചര്യവും നമുക്കുണ്ടാവുന്ന സന്ദർഭവുമാണ് എന്നുള്ളതാണ്. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് കെ വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി നവംബർ അവസാന വാരത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കാൻ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി എ പ്രകാശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബിനു പെരളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.